മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പാക്കി സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്നതാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് തല ശില്പശാല നടന്നു. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കാൻ ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും പ്രവർത്തന പരിപാടി ചിട്ടപ്പെടുത്തുന്നതിനുമായാണ് ശില്പശാല നടന്നത്. പഞ്ചായത്ത് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. നഗരത്തിന്റെ രീതിയിലേക്ക് ഗ്രാമം മാറുന്നത് മാലിന്യം വർദ്ധിക്കുന്നത് കാരണമായതായും ഉറവിട മാലിന്യ സംസ്കരണം അത്യാവശ്യമാണെന്നും അഡ്വക്കേറ്റ് CR ശ്രീകുമാർ പറഞ്ഞു. ജൈവ മാലിന്യങ്ങൾ എവിടെയാണോ ഉണ്ടാവുന്നത് ആ ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. വളരെ ലളിതമായ രീതിയിൽ ഒരു വലിയ പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി ഈ മാർഗത്തിലൂടെ കഴിയും. കാരണം എന്റെ വീട്ടിൽ, എന്റെ കടയിൽ, എന്റെ പഞ്ചായത്തിൽ ഉള്ള ജൈവ മാലിന്യത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്, കുറവാണ്. അപ്പൊ ഞാൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്റെ വീട്ടിലുള്ള ജൈവ മാലിന്യങ്ങൾ വളരെ ഗുണകരമായ രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി കഴിയും. അതിനുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യയുണ്ട്. ഇപ്പൊ ഗ്രാമപഞ്ചായത്ത് തന്നെ ജീവൻ പോലെയുള്ള ഉപാധികൾ 14,500 രൂപ വിലയുള്ള സാധനം 430 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാ വീടുകളിൽ എത്തിക്കാനുള്ള വലിയ പദ്ധതി, ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിച്ചിരിക്കുക. അപ്പൊ ആ ഒരു ജൈവ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ജീവനോ അല്ലെങ്കിൽ ജൈവ കമ്പോസ്റ്റ് പിറ്റുകൾ ഒരു പൈസയും മുടക്കാതെ ഗ്രാമപഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാ വീടുകൾക്കും നിർമ്മിച്ചു നൽകുവാനുള്ള സംവിധാനമുണ്ട്. അപ്പൊ അത്തരം സംവിധാനങ്ങൾ നമ്മളെല്ലാം ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിലെ ജൈവ മാലിന്യങ്ങൾ ഒരു കൂമ്പാരമായി മാറില്ലെന്ന് മാത്രമല്ല ഉറവിടങ്ങളിൽ തന്നെ ഭംഗിയായി സംസ്കരിച്ച് ഒന്നാം തരം വളമായി മാറ്റുവാനും നമ്മുടെ പച്ചക്കറിക്കും ചെടികൾക്കും കൃഷികൾക്കുമൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് വളരെ ചെറിയ ഉദ്യാനത്തിൽ നമുക്ക് മാറ്റാനും കഴിയും. വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ അധ്യക്ഷയായി. പഞ്ചായത്ത് സെക്രട്ടറി ചിത്ര S പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആന്റണി മാർട്ടിൻ, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.